MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കൻ മപ്പാസ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് അപ്പം, പത്തിരി, ഇടിയപ്പം, ചപ്പാത്തി എന്തിന്റെ കൂടെയാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നന്നായി കഴുകി എടുത്തതാണ്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അധിക സമയം മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്നില്ല, ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാകും. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി കറി ഉണ്ടാക്കാനായി ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലോ മറ്റേതെങ്കിലും കുക്കിംഗ് ഓയിലോ ഒഴിച്ചാലും മതി. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സ്പൈസസ് ചേർക്കാം. 3 ഏലക്ക, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 ചെറിയ പീസ് പട്ട, 4 ഗ്രാമ്പൂ, 1 ബേ ലീഫ്, ഇത്രയും ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി 2 വലിയ സവാള ചേർക്കാം. സവാള ചോപ്പ് ചെയ്താണ് ചേർക്കുന്നത്. ഇനി 4 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള നന്നായി വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർക്കാം. പൊടികൾ നന്നായി വഴറ്റി കൊടുക്കണം. 1 മിനിറ്റോളം ഇതൊന്ന് വഴറ്റാം. ചെറിയ തീയിൽ വെച്ച് വഴറ്റി കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മസാല പുരട്ടി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞ് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം വഴറ്റി കൊടുക്കണം. ചിക്കൻ ഇപ്പോൾ 5 മിനിറ്റോളം നന്നായി വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് രണ്ടാം പാലാണ് ചേർക്കുന്നത്. 2 കപ്പ് തേങ്ങയിൽ നിന്നും 1/2 കപ്പ് രണ്ടാം പാലും 1 കപ്പ് ഒന്നാം പാലും എടുത്തിട്ടുണ്ട്. രണ്ടാം പാലിലാണ് നമ്മൾ ഈ ചിക്കൻ വേവിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളക്കുന്നുണ്ട്. ഒന്നുകൂടി ഇളക്കി കൊടുത്ത് ഈ സമയം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ നന്നായി വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരു 30 മിനിറ്റോളം എടുക്കും ചിക്കൻ വെന്ത് കിട്ടാൻ. ഇപ്പോൾ 30 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിലെ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ചിക്കൻ നന്നായി വെന്ത് മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ചേർക്കാം. നല്ല കട്ടിയുള്ള 1 കപ്പ് ഒന്നാം പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇനി നമുക്കിതിൻ്റെ എരിവൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. 1/4 പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി അധികം തിളപ്പിക്കരുത്. തിളച്ച് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കാം. നല്ല കുറുകിയ ചാറോട് കൂടിയ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 6 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ നല്ല ടേസ്റ്റിയായ ചിക്കൻ മപ്പാസ് ഇവിടെ തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.